നമുക്ക് 12ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റിൻ്റെ റിവിഷൻ ടെസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ആത്മീയത എന്നത് എന്താണ്? 4 ഓപ്ഷൻ വായിച്ചു നോക്കുക. ഇതിൽ 3ാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. ദൈവ സാദൃശ്യത്തിലേക്കുള്ള വീണ്ടെടുക്കപ്പെടുന്ന പ്രക്രിയയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ 2ാമത്തെ ചോദ്യം, ഞായറാഴ്ചകളിൽ തന്നെ ആചരിക്കുന്ന മൊറാനായ പെരുന്നാളുകൾ ഏതെല്ലാം? പെന്തിക്കോസ്തി, ഉയർപ്പ്, ഈ 2 പെരുന്നാളുകളാണ് നമ്മൾ ഞായറാഴ്ചകളിൽ ആചരിക്കുന്നത്. ഇനി 3ാമത്തെ ചോദ്യം, ദൈവ സാദൃശ്യത്തിലേക്കും സ്വരൂപത്തിലേക്കും വീണ്ടെടുക്കുന്ന സ്ഥിരമായ പ്രക്രിയ ഏതാണ്? നമ്മൾ 1ാമത്തെ ചോദ്യം വായിച്ചതിൻ്റെ ഒരു വേറെ രൂപത്തിലുള്ള ചോദ്യമാണ്. ആത്മീയതയാണ് അതിൻ്റെ ഉത്തരം. 4ാമത്തെ ചോദ്യം, ക്രൊയ്ത്തോദു റൂഹോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ആരാധന ഏത്? ഓപ്ഷൻ 3 തൈലാഭിഷേകമാണ് അതിൻ്റെ ഉത്തരം. 5ാമത്തെ ചോദ്യം, അന്ത്യോക്യൻ സഭയുമായുള്ള ബന്ധമുണ്ടാകുന്നതിന് മുൻപ് ഓർത്തഡോക്സ് ആരാധന എങ്ങനെയായിരുന്നു? കൽദയ സുറിയാനി രീതിയിലായിരുന്നു ഓർത്തഡോക്സ് ആരാധന അന്ത്യോക്യൻ ബന്ധം ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത്. ഇനിയും 6ാമത്തെ ചോദ്യം, ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ആര്? ഓപ്ഷൻ 1 പൗലോസ് ശ്ലീഹയാണ് അതിൻ്റെ ഉത്തരം. 7ാമത്തെ ചോദ്യം, കുക്ലിയോന്റെ ആദ്യ ഗീതം ഏത്? മസുമൂറ അഥവാ സങ്കീർത്തനമാണ് കുക്ലിയോന്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ ആദ്യ ഗീതം എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം, മോറാൻ എന്ന വാക്കിന്റെ അർത്ഥം? നമ്മുടെ കർത്താവ് എന്നാണ് മോറാൻ എന്ന വാക്കിന്റെ അർത്ഥം. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയുടെ സവിശേഷത അല്ലാത്തത് ഏത്? സമൂഹത്തെക്കാൾ വ്യക്തിയുടെ രക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ആരാധനയുടെ സവിശേഷത അല്ലാത്തത്. എപ്പോഴും സമൂഹത്തിനാണ് നമ്മുടെ ആരാധനയിൽ പ്രാധാന്യം, വ്യക്തികൾക്കല്ല എന്നത് ഓർത്തിരിക്കുക. 10ാമത്തെ ചോദ്യം, സഭയുടെ മൗലികമായ ലക്ഷ്യം എന്ത്? ദൈവാരാധനയാണ് സഭയുടെ മൗലികമായ ലക്ഷ്യം. 11ാമത്തെ ചോദ്യം 2ാമത്തെ യൂണിറ്റിലെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇത് വിട്ടുപോയതാണ്. 11ാമത്തെ ചോദ്യം, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികന്റെ ദൈവശാസ്ത്ര രചനകൾ സെർബിയൻ ഭാഷയിൽ തർജിമ ചെയ്തത് സെർബിയൻ സഭയിൽ വളരെ പ്രചാരമാർജിച്ചു. വൈദികൻ ആര്? ഫാദർ ഡോക്ടർ KM ജോർജച്ചനാണ് ആ വൈദികൻ. ഇനി 12ാമത്തെ ചോദ്യം, ദൈവത്തിൽ വിശ്രമിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല, ഇങ്ങനെ പറഞ്ഞത് ആര്? വിശുദ്ധ അഗസ്തീനോസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കുക, ദൈവത്തിൽ വിശ്രമിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്നുള്ളത്. 13ാമത്തെ ചോദ്യം, ആത്മീയതയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഇതിലെ ഓപ്ഷൻ 1, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്കോ അഥവാ പരിശുദ്ധന്മാർക്കോ മാത്രമേ ആത്മീയമായി ഉയരുവാൻ സാധ്യമാകൂ എന്നതാണ് ആത്മീയതയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. 14ാമത്തെ ചോദ്യം, ഓർത്തഡോക്സ് സഭ വിശ്വാസം പഠിപ്പിക്കുന്നത് ആരാധനയിലൂടെയാണ്, കാരണം എന്ത്? 1ാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. പരിശുദ്ധാത്മ നിറവിലാണ് വിശ്വാസം പഠിക്കേണ്ടത് എന്നതാണ് അതിൻ്റെ ഉത്തരം. 15ാമത്തെ ചോദ്യം, ഷീമാ നമസ്കാരത്തിലെ ഏത് നമസ്കാരമാണ് സ്ലീബാ നമസ്കാരത്തിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ 2 ആണ്, ബുധനാഴ്ച നമസ്കാരമാണ് അതിൻ്റെ ഉത്തരം. 16ാമത്തെ ചോദ്യം, ആത്മീയതയെ സംബന്ധിച്ച് ക്രൈസ്തവ സന്യാസ പാരമ്പര്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിൽ സന്യാസം കുടുംബജീവിതത്തെക്കാൾ ആത്മീയത നൽകുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുപോലെ വ്യക്തിയുടെ രക്ഷയ്ക്കായി ലോകത്തെ ഉപേക്ഷിക്കണം എന്ന പഠിപ്പീരും ഓർത്തഡോക്സ് സഭയ്ക്കില്ല. അപ്പോൾ ആദ്യത്തേതും അവസാനത്തേതുമായ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആത്മീയതയെ സംബന്ധിച്ച് ക്രൈസ്തവ സന്യാസ പാരമ്പര്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ 2, 3, 4 സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെന്റ് വരുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ്. ഈ 17ാമത്തെ ചോദ്യം, ഞായറാഴ്ചകളിൽ ചെയ്യരുതാത്തത് ഏത്? കൃത്യസമയങ്ങളിൽ കുമ്പിട്ട് നമസ്കരിക്കുക എന്ന ഓപ്ഷനാണ് ഇതിനകത്ത് ഞായറാഴ്ചകളിൽ ചെയ്യാൻ പാടില്ലാത്തത്. ഈ 18ാമത്തെ ചോദ്യം, സർവസൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് പഠിപ്പിച്ചത് ആര്? വിശുദ്ധ ബസേലിയോസ് ആണ് സർവസൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഈ ഒരു പാഠഭാഗത്തിലാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത് തന്നെയാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. 19ാമത്തെ ചോദ്യം, പ്രാർത്ഥനയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്?
ഇതിലെ ഓപ്ഷൻ 4 നമ്മുടെ ആവശ്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നതാണ് പ്രാർത്ഥന എന്ന ഓപ്ഷനാണ് ഇതിനകത്ത് തെറ്റായ പ്രസ്താവന. 20ാമത്തെ ചോദ്യം, ഇതും കഴിഞ്ഞ യൂണിറ്റിലെ ഒരു ചോദ്യമാണ്. എക്യുമെനിക്കൽ പാത്രിയർക്കീസ് എന്ന സ്ഥാനപ്പേര് ഏത് ഓർത്തഡോക്സ് സഭയുടെ തലവനാണ് ഉള്ളത്? ഉത്തരം, കോൺസ്റ്റന്റിനോപ്പിളിലെ സഭയുടെ തലവനാണ് എക്യുമെനിക്കൽ പാത്രിയർക്കീസ് എന്ന സ്ഥാനപ്പേര് ഉള്ളത്. 21ാമത്തെ ചോദ്യം, പ്രാർത്ഥനയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിൽ ഓപ്ഷൻ 2, കാനോനിക നോമ്പുകളിൽ ഉച്ചനമസ്കാരത്തിന്റെ അവസാനം 40 കുമ്പിടുന്നു എന്നതാണ് ഇതിനകത്ത് തെറ്റ്. നമുക്ക് എല്ലാ കാനോനിക നോമ്പുകളിലും നമ്മൾ കുമ്പിടാറില്ല. 3 നോമ്പിലും 9 നോമ്പിലും മാത്രമാണ് ഉച്ചനമസ്കാരത്തോടനുബന്ധിച്ച് കുമ്പിടുക. അപ്പോൾ അതാണ് അതിനകത്ത് തെറ്റ്. 22ാമത്തെ ചോദ്യം, എക്കാറ എന്ന വാക്കിന്റെ അർത്ഥം. എക്കാറ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ് എക്കാറ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി 23ാമത്തെ ചോദ്യം, പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ക്രിസ്തീയ വീക്ഷണം തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് ഒരു 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ. വിശ്വാസി പ്രാർത്ഥിക്കുന്നത് സഭയിലൂടെയാണ്. പ്രാർത്ഥന സൗമ്യതയോടെയും വിശുദ്ധിയോടെയും കൂടെ നിർവഹിക്കണം. പ്രാർത്ഥന അത്ഭുതത്തിനുള്ള മാർഗമല്ല. ഈ 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ 1 ഇതിനകത്ത് ശരി. പ്രാർത്ഥന വ്യക്തിതലം മാത്രം ശ്രദ്ധിക്കണമെന്നതും രഹസ്യ പ്രാർത്ഥന പരസ്യ പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യമാണ് എന്നതും ഇതിനകത്ത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ 1 ഇതിനകത്ത് റൈറ്റ് ആൻസർ. 24ാമത്തെ ചോദ്യം, ആരാധനയുടെ മകുടമായ വിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം. 4 ഓപ്ഷനുകളുണ്ട്. മിനിമം ഒരു കുർബാന അർപ്പിക്കണമെങ്കിൽ ഒരു വൈദികനും ശുശ്രൂഷകനും വിശ്വാസികളുടെ പ്രതിനിധിയായിട്ട് ഒരാളും ഉണ്ടായിരിക്കണം എന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം. 25ാമത്തെ ചോദ്യം, വിശുദ്ധ കന്യകമറിയാമിന്റെ കന്യകാത്വത്തിനെതിരായി സംസാരിക്കുന്നവർക്കുള്ള മറുപടി താഴെ പറയുന്നവയിൽ ഏത് ഗീതമാണ്? ഈ 4 ഗീതങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ അത്ഭുതമാ ഫലമേകും വൃക്ഷം എന്ന ഗീതമാണ് കന്യകമറിയാമിന്റെ കന്യകാത്വത്തിനെതിരായി സംസാരിക്കുന്നവർക്കുള്ള മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്ന ഗീതം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു റിവിഷൻ ടെസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത റിവിഷൻ ടെസ്റ്റുമായിട്ട് കാണാം. താങ്ക് യു.